ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവിനെ അലീനെ വിളിക്കുമ്പോൾ തന്നെ മനു ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കും, വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തല്ലോ എന്ന്. അതേനെ, ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു എന്ന് പറയുമ്പോൾ, എനിക്കോ? നിനക്കല്ല, ഒരു സുന്ദരിക്ക് വേണ്ടി എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയൊക്കെ ഉണ്ടോ, അതിനെന്തിനാ കോൾ വെയിറ്റിംഗ്, അങ്ങോട്ട് അങ്ങ് വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അവൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴല്ലേ എനിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടാവുള്ളൂ എന്നും ചോദിച്ച് ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയ്ക്ക് കുശുമ്പ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മനു തന്നെ ചോദിക്കൂട്ടോ, ഞാൻ സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ നിനക്കെന്താ കുശുമ്പൊന്നും തോന്നാത്തേന്ന്? നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടുമെന്ന് ദൃഢനിശ്ചയം ഉണ്ടാവുമ്പോൾ ഞാൻ എന്തിനു പേടിക്കണം മനുവേട്ടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനു പറയും, എൻ്റെ അലീന അടാറും മറുപടി തന്നെയാ നീ പറയുന്നേ, ഒരിക്കലും പിടി തരരുത് കേട്ടോ എന്ന്. ഇപ്പോൾ മനുവേട്ടന് എൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധയില്ല, വിലയും കുറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, അപ്പോൾ പരിഭവം ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അകന്നു പോയെന്ന് വിചാരിച്ചോ മനുവേട്ടൻ എന്ന് ചോദിക്കാട്ടോ അലീന. ഇവിടെ നിൽക്കുമ്പോൾ നീ അടുത്തുണ്ട് എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എൻ്റെ ഒരു മനസമാധാനം എന്നത് നീ ഇപ്പോൾ സേഫായിട്ട് ഒരു വീട്ടിലുണ്ട് എന്നുള്ളതാണ്. അത് നിന്റെ പപ്പയുടെ കൂടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണല്ലോ അങ്കിള് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, അച്ഛനായിരുന്നു എൻ്റെ റോൾ മോഡൽ എന്നങ്ങ് പറഞ്ഞത്. മനു പറയും, അങ്കിളിത് കേൾക്കണ്ടെന്ന്, അച്ഛനറിയാം ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് അച്ഛൻ. അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയൊന്നും പപ്പയോട് എനിക്ക് ഇൻറ്റിമസി ഇല്ല. അങ്ങനെ മനുവിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് സ്റ്റാൻഡിൽ വരുന്നു. എന്നിട്ട് ചോദിക്കും, ഭക്ഷണം കഴിക്കാൻ സമയം ആവുന്നതല്ലേ ഉള്ളൂ, എന്നിട്ട് എന്താ നേരത്തെ കിടന്നതെന്ന്? ഒരു ക്ഷീണം, അതുകൊണ്ട് നേരത്തെ അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ടാ നിനക്ക് ഈ ക്ഷീണം എന്ന് മനസ്സിലായോന്ന് ചോദിക്കേ. അറിയാം, ഉപവാസം എടുത്തിട്ടാ. എല്ലാം അറിയാലേ, ഞാനൊരു പട്ടാളക്കാരനാണ്, എന്നെ തോൽപ്പിക്കാന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ തന്നെ തോൽക്കാന്ന് വിചാരിച്ചാ അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. പക്ഷേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി പറയും, നീ തോൽക്കണമെങ്കിൽ എൻ്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. ഞാനിപ്പോൾ വരെ പപ്പ, പക്ഷേ എന്നും പപ്പയുടെ മുന്നിൽ ഞാൻ തോൽക്കത്തില്ല. ഇതുവരെ ഞാൻ തോറ്റവളല്ലായിരുന്നോ, ഒരിക്കലെങ്കിലും എനിക്ക് ജയിക്കേണ്ടേ പപ്പ എന്നൊക്കെ പറയുമ്പോൾ, അധികം സംസാരിക്കണ്ട, നീ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്, വാ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, ആഹാരം അവസാനിപ്പിക്കേണ്ട ലൈം ജ്യൂസ് കുടിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന അത് വാങ്ങിക്കൂട്ടോ. എന്നിട്ട് പറയും, ഞാനേ വല്യപ്പച്ചനെ വിളിച്ചിട്ട് വരാം, ആളും എൻ്റെ കൂടെ നിരാഹാരം കിടന്നതല്ലേ, പാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയും, അത്രയ്ക്ക് പാവമൊന്നുമല്ല, നിന്നെ കാണുമ്പോൾ എന്നെ മറക്കുന്ന ആളാ, നീ ഏതായാലും പോട്ടാ, ആൻ്റെപ്പാ നീ ചെല്ല്, അപ്പച്ചനെ വിളിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ ആൻ്റപ്പൻ അങ്ങ് പോകുക. അന്നേരം നമ്മുടെ പൗലോസിനോട് പറയും, പൗലോസേ നിന്നോടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഈ നിൽക്കുന്ന അലീന എൻ്റെ മകളാണെന്ന് നിനക്കറിയത്തില്ല എന്ന് ചോദിക്കും. എന്നറിയുമ്പോൾ എന്നല്ല പറയേണ്ടത്, അറിയാമെങ്കിൽ അറിയാമെന്നും അറിയില്ലെങ്കിൽ അറിയില്ല എന്നും പറയണം എന്ന് പറയുമ്പോൾ, അറിയാം എന്ന് പറയേ, നാളെ മുതൽ അവൾ കൂടി എന്തു പറയുന്നു അതിനനുസരിച്ച് ഭക്ഷണം വെച്ചാൽ മതി. അവൾ നാളെ ഭക്ഷണം വെക്കണ്ട എന്ന് പറയുമ്പോൾ വെക്കണ്ട, നാളെ ഇവിടെ സദ്യ മതി എന്ന് പറഞ്ഞാൽ സദ്യ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന ഭയങ്കര സന്തോഷത്തിലിരിക്കാട്ടോ. പപ്പ അവൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ എന്ന് ഓർത്ത്, ഇതുവരെ നീ ചെയ്തതൊക്കെ ശരി, ഇനി ഇവൾ കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നോട് പരാതിപ്പെട്ടിയുമായിട്ട് വരരുത്. ഇവൾ പറയുന്നത് നിനക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യമാണ് നിന്റെ മുന്നിലുള്ളത്. ഒന്നുകിൽ നാളെ മുതൽ ഇവൾ പറയുന്നത് കേട്ട് ജീവിക്കാം, അല്ലെങ്കിൽ പെട്ടിയെടുത്ത് പുറത്തു പോവുക. പൗലോസേ ഇതേ സജഷനായി എടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുക കേട്ടോ. നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ പൗലോസ് പറയും, ഇതുവരെ ഞാനൊരു പരാതിയായിട്ട് വന്നിട്ടില്ല, സാർ എന്നെ അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടുമില്ല, ഇതുവരെ സാർ ഞാൻ വെക്കുന്ന ഭക്ഷണമൊക്കെ നല്ലതാന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും സ്റ്റാൻലി പറയട്ടോ, ഇതുവരെ ചെയ്തതൊന്നും പ്രശ്നമില്ല, പക്ഷേ ഇനി നാളെ മുതൽ അലീനയുടെ അഭിപ്രായം കൂടി നീ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൗലോസ് ഒന്നും മിണ്ടാതെ നിൽക്കുക. എന്താ നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനേ നാളെ രാവിലെ പറഞ്ഞുതരാമെന്ന് പറയും, എനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് പറയുമ്പോൾ, നാളെ രാവിലെ സമയം എടുത്തോ, എന്തായാലും ഉടനെ തീരുമാനിക്കണം എന്ന് പറയാം കേട്ടോ. അന്നേരം നമ്മുടെ പൗലോസ് അങ്ങ് പോകുവാണേ.